Yes, welcome back to Disha Banking Exams channel. So, in the class, we will be discussing some of the confusing questions that you will likely see in the coming examinations. So, ഒരു പേപ്പറും പേനൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോളൂ. ഓരോ ചോദ്യവും വളരെ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. കേവലം എറർ സ്പോട്ട് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ആ സെന്റൻസിലെ എല്ലാ ഗ്രാമാറ്റിക്കൽ പാർട്സും വളരെ വിശദമായി തന്നെ നമ്മൾ അനലൈസ് ചെയ്യും. സോ ബി റെഡി. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. To the first question, and there it is. കുറച്ച് വലുതുപോലെ തോന്നും, പക്ഷെ നിസ്സാരമായിട്ടുള്ള എറർ ആണ്. നമുക്ക് ഒരുമിച്ച് എററിലേക്ക് എത്താം. ഓക്കെ. Anxiously awaiting critiques from the judges, the world's leading scientists nervously stood near to their poster board displays on Thursday as the Nobel Committee made its way through a hall എങ്ങനെ ഇൻസ്പെക്ടിങ് their projects. അപ്പം എന്താണ് ഈ സെന്റൻസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ലോകപ്രസിദ്ധനായിട്ടുള്ള കുറച്ച് ശാസ്ത്രജ്ഞന്മാര് അവരവരുടെ പോസ്റ്റർ ബോർഡ് ഡിസ്പ്ലേഡ് എടുത്ത് ഭയങ്കര നെർവസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം എന്താ? അവരുടെ ഈ വർക്ക്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരു നോബൽ കമ്മിറ്റി വരുന്നുണ്ട്. ഓക്കെ, അവരുടെ വർക്കുകൾ. യെസ്, ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഭാഗം നോക്കി, ഈ ഒരു ഫ്രാഗ്മെന്റ് നോക്കിയേ. ആൻഷ്യസ്ലി അവൈറ്റിംഗ് ക്രിട്ടീക്സ് ഫ്രം ദ ജഡ്ജസ്. ഇതിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അവൈറ്റിംഗ് ING ഫോം ആണ് അല്ലെ? ഈ ING ഫോമിനെ നമ്മൾ ഗ്രാമറിൽ വിളിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ ഇതൊരു ഈ ഒരു സെന്റൻസ് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതിനുള്ളിൽ ഒരു പാർട്ടിസിപ്പിൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫ്രാഗ്മെന്റിനെ എന്ത് വിളിക്കാം? പാർട്ടിസിപ്പിയൽ ഫ്രേസ് എന്ന് വിളിക്കാം. പാർട്ടിസിപ്പിയൽ ഫ്രേസ്. ഓക്കെ, പാർട്ടിസിപ്പിൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയതുകൊണ്ടാണ് പാർട്ടിസിപ്പൽ ഫ്രേസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പൽ ഫ്രേസുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തിനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്? ആ സയന്റിസ്റ്റ് അല്ലെ, ശാസ്ത്രജ്ഞന്മാരുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവര് നെർവസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എത്രത്തോളം നെർവസ് ആണ് അവര്? ഈ ജഡ്ജസിൽ നിന്നുള്ള ഈ ഒരു ക്രിട്ടിക്സ് മീൻസ് ഫീഡ്ബാക്ക് എന്ന് ചിന്തിക്കുക കേട്ടോ. ഫീഡ്ബാക്ക്, ആ ജഡ്ജ്മെന്റ് വളരെ ആകാംക്ഷയോടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാരെ വിശേഷിപ്പിക്കുന്നു? ദ വേൾഡ്സ് ലീഡിംഗ് സയന്റിസ്റ്റ്. ഇതാണ് മെയിൻ ഗ്ലോസിന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ. കണ്ടോ, നമ്മൾ ഈ പാർട്ടിസിപ്പൽ ഫ്രേസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് നൗണിനെയാണോ വിശേഷിപ്പിക്കുന്നത് ആ നൗണിന്റെ തൊട്ടടുത്ത് വേണം ഈ പാർട്ടിസിപ്പൽ ഫ്രേസിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ. ഇവിടെ ഇത് കറക്റ്റ് ആണ്. കണ്ടോ, ഇത് സയന്റിസ്റ്റിന്റെ ആറ്റിറ്റ്യൂഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ടോ കറക്റ്റ് ആയിട്ട് ഇതിനോട് തന്നെ ബന്ധിപ്പിച്ചു അല്ലെ? ഓക്കെ, യൂസേജ് കറക്റ്റ് ആണ്. ഓക്കെ, സയന്റിസ്റ്റ് നെർവസ്ലി സ്റ്റുഡ് എന്ന് പറഞ്ഞ വെർബ് എങ്ങനെ നിന്നു? നെർവസ്ലി നിന്നു. അപ്പൊ നെർവസ്ലി എന്നുള്ളത് ആഡ്വർബ് ആണ്. കണ്ടോ, ഇതാരെ? വെർബിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ആഡ്വർബ്. മലയാളത്തിൽ ക്രിയാവിശേഷണം എന്ന് പറയും. നിയർ ടു their പോസ്റ്റർ ബോർഡ്. നിയർ ടു അങ്ങനെ നമ്മൾ പറയോ? എറർ ഇവിടെ കിട്ടി. എവിടെയാണ്? ബി പാർട്ടിലാണ്. കാരണം ഒരിക്കലും നമ്മള് നിയർ ടു എന്ന് പറയില്ല. ഈ നിയർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ക്ലോസ് ടു എന്നാണ്. പിന്നെ വീണ്ടും ഒരു ടു വേണ്ട. ഓക്കെ, ഇപ്പൊ നിയർ ടു എന്ന് വരില്ല. ഇപ്പൊ ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഈ നിയർ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് എന്നേ കാണിക്കുന്നുള്ളൂ. ഇത് ഇവരുടെ ഒരു വർക്ക് ആണെങ്കിൽ, ഇവർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തല്ലേ നിൽക്കുക. അങ്ങനെ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ നിയർ അല്ല ഉപയോഗിക്കുക. ദ ബെറ്റർ വൺ വുഡ് ബി നെക്സ്റ്റ് ടു. കണ്ടോ, നെക്സ്റ്റ് ടു. ഒന്നാമത്തെ കാര്യം, നിയറിന്റെ കൂടെ ടു ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ തന്നെ അതിന്റെ സാധുത പോയി. ഓക്കെ, പിന്നെ ഇവിടെ ടു നിലനിർത്തിയിട്ട് ഏറ്റവും അടുത്ത് കാണിക്കാൻ നെക്സ്റ്റ് ടു എന്നാണ് പറയാം. നെക്സ്റ്റ് ടു. ഓക്കെ, their പോസ്റ്റർ ബോർഡ്. കണ്ടോ, പോസ്റ്റർ ബോർഡ് ഡിസ്പ്ലേ. ഈ പോസ്റ്റർ ബോർഡ് എന്നുള്ളത് ഒരു കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ഏതിനെ വിശേഷിപ്പിക്കുന്നു? ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നു. നൗണിനെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് അതിനെ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. രണ്ടെണ്ണം ഒരുമിച്ച് ഹൈഫൻ ഇട്ട് ചേർത്തുകൊണ്ട് നമ്മൾ അവയെ എന്ത് വിളിക്കുന്നു? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു. As the Nobel Committee made its way എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് വരിക എന്നാണ്, അതിലൂടെ നടക്കുക എന്നുള്ളതാണ്. എ ഹോൾ എങ്ങനെ? ഇൻസ്പെക്ടിങ് their projects. ഇതും പാർട്ടിസിപ്പിൾ ആണ്. ഇപ്പം പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് ഇതും എന്താണ്? പാർട്ടിസിപ്പിയൽ ഫ്രേസ് ആണ് കേട്ടോ. എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു സിമുൾട്ടേനിയസ് ആക്ഷനെ സൂചിപ്പിക്കുന്നു കേട്ടോ.
നടന്നു വരുന്നതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പെക്ടും ചെയ്യുന്നുണ്ട്. ഒരു സിമിൾട്ടേനിയസ് ആക്ഷനെ സൂചിപ്പിക്കാനാണ് ഇവിടെ പാർട്ടിസിപ്പൽ ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇൻസ്പെക്ടിങ് ദിയർ പ്രോജക്ട്സ് ദ നോബൽ കമ്മിറ്റി മെയ്ഡ് ഇറ്റ്സ് വേ ത്രൂ ഹാൾ. ഓക്കെ, അപ്പൊ ഇവിടെ എറർ എവിടെയാണ്? ബി പാർട്ടിലാണ്. അപ്പം ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വി ഡു നോട്ട് സേ നിയർ ടു. നിയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടു ഉപയോഗിക്കരുത്. ഇവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആണ്, കാരണം ഏറ്റവും അടുത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അത് ഭയങ്കര എളുപ്പമായിരുന്നു. തുടക്കത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഈസി അല്ലേ? ഓക്കെ, അടുത്തത് ജപ്പാൻസ് ആൻസൈറ്റി. അവിടെയും ആൻസൈറ്റി, രണ്ടാമത്തെ ചോദ്യത്തിലും ആൻസൈറ്റി അല്ലേ? ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു തരം ആകാംക്ഷ. ഓക്കെ, അബൌട്ട് ഡൊണാൾഡ് ട്രംപ്സ് അമേരിക്ക ഫസ്റ്റ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ക്യാച്ച് ഫ്രേസ് ആണ് അല്ലേ? അദ്ദേഹം ഏത് കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും പറയുന്ന ഒരു ഇതാണ്, അമേരിക്ക ഫസ്റ്റ്, അമേരിക്കയെ ഞാൻ ഉന്നതിയിൽ എത്തിക്കും. ഓക്കെ, എത്തിച്ചോ ഇല്ലയോ എന്നൊക്കെ തർക്ക വിഷയമാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ മീൻസ് ഉദ്ദേശം. ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്. അപ്പൊ അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ട് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോളിസീസ് ഒക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നല്ലോ അല്ലെ? അമേരിക്കയെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചില പോളിസീസ് ആർ നോട്ട് സർപ്രൈസിങ് ബിക്കോസ് when two allies, ally means കക്ഷി എന്നാണ് കേട്ടോ, കക്ഷി. ഡിഫൻസ് കപ്പാസിറ്റീസ് ആർ നോട്ട് സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ നോട്ട് ദ സെയിം എന്നാണ്, നോട്ട് ദ സെയിം. ഓക്കെ, the more dependent party is bound to worry more about the partnership. അപ്പം ജപ്പാനും അമേരിക്കയും തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ആ പാർട്ട്ണർഷിപ്പില് ജപ്പാൻ ഒരു ആൻസൈറ്റി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അമേരിക്ക എപ്പോഴും എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാച്ച് ഫ്രേസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ജപ്പാനെ തള്ളി കളയോ? ഇവരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ വന്നാല് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്നാണ് ജപ്പാന്റെ ആൻസൈറ്റി. കാരണം എന്താ? ഈ അമേരിക്കയും ജപ്പാന്റെയും മിലിറ്ററി കേപ്പബിലിറ്റി ഒന്നല്ല. അമേരിക്ക കുറച്ചും കൂടി സുപ്പീരിയർ ആണ് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾ ഇച്ചിരി സുപ്പീരിയർ ആണെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാവും അല്ലെ? ഇവൻ എന്നെ ഒതുക്കുവോ എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ജപ്പാൻസ് ആൻസൈറ്റി അബൌട്ട് ഡൊണാൾഡ് ട്രംപ്സ്. അപ്പം ഈ ഒരു സെന്റൻസ് മൊത്തത്തിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇതിലെ സബ്ജക്ട് ഏതാ? നമുക്കറിയാം ഒരു സെന്റൻസിന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് സംസാരിക്കപ്പെടുന്ന വിഷയമാണ് അല്ലെ? ഇവിടെ ജപ്പാന്റെ ആശങ്കയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ട്രൂ സബ്ജക്ട്. ഓക്കെ, സബ്ജക്ട്. ഇനി ഇത് അബൌട്ട് ഡൊണാൾഡ് ട്രംപ്സ് അമേരിക്കാസ് ഫസ്റ്റ് ഓറിയന്റേഷൻ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ്. ഇതാ ഞാൻ മറ്റൊരു പുതിയൊരു കളർ എടുക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും ഭാഗം ഈ അബൌട്ടിൽ തുടങ്ങി പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് വരെ ഉള്ളത് എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ഇവിടുന്നോട്ട് ഇവിടം വരെ എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്, വെറുതെ വെച്ചിരിക്കുന്നതാണ്. എന്താ ആൻസൈറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് സബ്ജക്റ്റ് എങ്കിൽ ഇതല്ലേ വെർബ് അല്ലെ? നമുക്കറിയാം സബ്ജക്റ്റ് നേരെ ആരുമായിട്ടാ ലിങ്കിൽ പോകേണ്ടത്? വെർബുമായിട്ടാണ് ചേർന്ന് പോകേണ്ടത്. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ജപ്പാൻ ഒരു ആൻസൈറ്റി ഉള്ളൂ, അമേരിക്ക തങ്ങളെ മറികടക്കുമോ എന്നുള്ള ഒറ്റൊരു ഭയം മാത്രമേ ജപ്പാനിലുള്ളൂ. സോ സബ്ജക്റ്റ് സിംഗുലർ ആണ്. നമ്മൾ അവിടെ ആൻസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടില്ല, സബ്ജക്റ്റ് സിംഗുലർ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈ സബ്ജക്റ്റ് ഇതുമായിട്ടല്ലേ എഗ്രിമെന്റ് പോകണ്ടേ? അപ്പൊ ഇവിടെ ആറ് വരുവോ? ഇല്ല. അവിടെ എന്താ വരിക? അവിടെ എന്താണ് വരിക? ഈസ് ആണ് വരിക. ആറെന്താവും? ഈസ് ആയിട്ട് മാറും. ഈസ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഈസ് ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് കാണുക. നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇതിന് വലിയ പ്രാധാന്യമില്ല. ഇത് നേരെ ഇതുമായിട്ടാണ് ബന്ധത്തിൽ പോകേണ്ടത്. ഇപ്പം നമുക്കറിയാം സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പ്രകാരം ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, the verb also has to be singular. If the subject is plural, the verb also has to be plural എന്ന് പഠിച്ചിട്ടുണ്ട്. എസ് ചേർന്നിരിക്കുന്ന ക്രിയാരൂപങ്ങളാണ് എപ്പോഴും സിംഗുലർ എന്ന് കൂടി മനസ്സിലാക്കുക കേട്ടോ. ബിക്കോസ് വെൻ ടു allies ഡിഫൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇവിടെ കേപ്പബിലിറ്റീസ് കറക്റ്റ് ആണ്, 6 കൊടുത്തു. കേപ്പബിലിറ്റീസ് പ്ലൂരൽ ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലൂരൽ വെർബ് യൂസ് ചെയ്തു. നോട്ട് സിമെട്രിക്കൽ. ദ മോർ ഡിപെൻഡന്റ് ഉണ്ടോ? ദ മോർ ഡിപെൻഡന്റ് കമ്പാരിറ്റീവ് ഫോം ആണ്. നമ്മൾ രണ്ടിൽ മികച്ചതെന്ന് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ എറർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് ഫർദർ കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, രണ്ടിൽ മികച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ.
ദ പ്ലസ് അല്ലെ രണ്ടിൽ മികച്ചത് അല്ലെങ്കിൽ കൂടുതൽ എന്നൊക്കെ കാണിക്കാം. കൂടുതൽ. ഓക്കെ, ഓഫ് ദ എന്നാണ് കേട്ടോ. അതുകൊണ്ടാണിത് ദ മോർ ഡിപ്പെൻഡന്റ് എന്ന് കൊടുത്തത്. ദ വന്നു കമ്പാരിറ്റീവ് ഉണ്ടോ. ദ മോർ രണ്ട് പാർട്ടീസ് ഉണ്ട്, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ജപ്പാനാണെന്ന്. ദ മോർ ഡിപ്പെൻഡന്റ് പാർട്ടി is bound to worry more about the partnership. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് പാർട്ടിലാണ്? എ ആണ്, ബി പാർട്ടിലാണ് അല്ലെ. ബി പാർട്ടിലാണ് ഇതിന്റെ എറർ വരുന്നത്. ഓക്കെ, increasing the number of women on search and rescue teams is essential because women are more likely to know the location of homes with children and elder occupants, and also because they have greater empathy which would ensure minimum casualties. Okay, അപ്പൊ എന്താ സെന്റൻസ് പറയുന്നത്? ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യകത ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താ? അവർക്ക് വേഗം ഈ ചുറ്റിപ്പം നമുക്കറിയാം അല്ലെ, സ്ത്രീകൾക്കാണ് ഇപ്പം അയൽക്കൂട്ടവും കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കറിയാം ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വീടുകളാണുള്ളത്, അല്ലെ ഏതൊക്കെ വീട്ടിലാണ് കുട്ടികളുള്ളത്, അല്ലെ പ്രായമുള്ളവരുള്ളവർ. അപ്പം എവിടെയാണ് ഏറ്റവും നെസസറി ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് ഇവർക്ക് അറിയാം. അപ്പൊ ഇവരെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. നോക്കി, ഇവിടെ സബ്ജക്ട് എന്താ? ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് വുമൻ. അപ്പം ഇൻക്രീസിങ് ദ നമ്പർ ആണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്ട്. നമ്പർ ഉയർത്തുക എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? സിംഗുലർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സിംഗുലർ ഐഡിയ ആണ് സബ്ജക്ട്. കണ്ടോ, വെർബ് എന്താണ്? വെർബ് ഇതാണ്, ഈസ്. കണ്ടോ, സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്, അതൊക്കെ കറക്റ്റ് ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഒക്കെ കറക്റ്റ് ആണ്. ബിക്കോസ് വിമൻ ആർ മോർ ലൈക്ലി. നമ്മൾ ഈ ലൈക്ലി എന്ന വാക്ക്, ലൈക്ലി എന്ന് പറഞ്ഞ സാധ്യത ഉള്ള എന്നാണ് കേട്ടോ. ലൈക്ലി എന്ന വാക്കിന്റെ അർത്ഥം സാധ്യതയുള്ള. ഫോർ എക്സാമ്പിൾ, അവൻ ജയിക്കാൻ സാധ്യതയുണ്ട്. ഹി ഈസ് ലൈക്ലി ടു വിൻ. ഓക്കെ, ഹി ഈസ് ലൈക്ലി ടു വിൻ. അങ്ങനെയാണ് ലൈക്ലി ഉപയോഗിക്കുക. അവൾ ചാടാൻ സാധ്യതയുണ്ട്. ഷീ ഈസ് ലൈക്ലി ടു ജംപ്. ഓക്കെ, ടു നോ, അറിയാൻ സാധ്യതയുണ്ട്. ദ ലൊക്കേഷൻ ഓഫ് ഹോംസ്, എന്ത് വീടുകൾ? വിത്ത് ചിൽഡ്രൻ, കുട്ടികളും അതുപോലെ മുതിർന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവിടെ എൽഡർ ഒക്യുപ്പൻസ് എന്നല്ല പറയേണ്ടത്. ഇത് തെറ്റാണ്. ഇവിടെ കറക്റ്റ് ഫോം എന്ത് വരും? എൽഡർലി എന്നാണ് വരും കേട്ടോ. ദാറ്റ്സ് കറക്റ്റ് ഫോം, എൽഡർലി. കാരണം എന്താ? കാരണം ഭയങ്കര സിമ്പിൾ ആണ്. എൽഡർ എന്ന് പറഞ്ഞ കമ്പാരിറ്റീവ് ഫോം ആണ്. അതിന്റെ കറക്റ്റ് പോസിറ്റീവ് ഫോം എന്ന് പറയുന്നത് എന്താണ്? എൽഡർലി എന്നാണ് കേട്ടോ. കമ്പാരിറ്റീവ് എപ്പോഴും ഉപയോഗിക്കുന്നത് കമ്പാരിസന് വേണ്ടി മാത്രമാണ് കമ്പാരിറ്റീവ് ഫോം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ദ എൽഡർ ബ്രദർ ഇൻ ദ ഫാമിലി എന്ന് പറയാം. അവിടെ എൽഡർ ഉപയോഗിക്കും. കാരണം എന്താ? ഇപ്പൊ ഒരുപാട് സഹോദരന്മാരിൽ അവനാണ് മൂത്തതെന്ന് കാണിക്കാൻ ഓക്കെ, ഹി ഈസ് എൽഡർ ദാൻ ഷീ എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കമ്പാരിസൺ ഉണ്ടോ? ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരെ ആദ്യം രക്ഷിക്കണം അങ്ങനൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. കമ്പാരിസനേ ഇല്ല. അപ്പൊ ഇവിടെ എൽഡർ എന്ന കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവിന്റെ റെലവൻസ് തീരെയില്ല. നമ്മൾ അവിടെ പോസിറ്റീവ് ഫോം ആയിട്ടുള്ള എൽഡർലി എന്ന് മാത്രം പറഞ്ഞാൽ മതി. പ്രായമുള്ള ആൾക്കാര്. ബിക്കോസ് ദേ ഹാവ് ഗ്രേറ്റർ എംപതി. എംപതി മീൻസ് സഹാനുഭൂതി. ഓക്കെ, വിച്ച് വുഡ് എൻഷുർ മിനിമം കാഷ്വൽറ്റീസ്. ഇപ്പൊ സ്ത്രീകൾക്ക് പൊതുവെ സഹാനുഭൂതി കൂടുതലുണ്ടെന്നാണ് പറയുക അല്ലെ. അപ്പൊ അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് രക്ഷിച്ചുകൊണ്ട് വരും. കാരണം അവർക്കൊരു സഹാനുഭൂതി ഉണ്ട്. ഇവരൊക്കെ കെയർ ചെയ്യുന്നതിൽ ഒരു പ്രത്യേക വൈഭവം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, amid the clamor for an in-depth investigation into the origin of the COVID-19 pandemic, Indian scientists, എവിടെ നിന്നുള്ള സയന്റിസ്റ്റ്? from the Indian Institute of Technology, IIT, Delhi, was reportedly the first to have flagged എന്ന വർബിന്റെ അർത്ഥം raised എന്നാണ്. ആദ്യമായിട്ട് ഇവരാണ് ഒരു ലാബ് ലീക്ക് തിയറി, ലാബിൽ നിന്ന് ലീക്ക് ചെയ്തതാവാം എന്നൊരു തിയറി ഉന്നയിക്കുന്നത് ആദ്യമായിട്ട് ആരാണ്? ഈ IIT-യിലെ
IIT ഡൽഹിയിലെ ചില ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരാണ് ആദ്യമായിട്ട് ഈ തിയറി ഒരു പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇവിടെ നോക്കിയേ, ക്ലാമർ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ എന്നാണ്. ഡിമാൻഡ്. അമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, അതൊരു പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. അമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഫോർ എക്സാമ്പിൾ, ഒന്നിനിടയിൽ മറ്റൊന്ന് സംഭവിച്ചു എന്നൊക്കെ കാണിക്കുമ്പോഴാണ് ഈ അമിഡ് യൂസ് ചെയ്യുന്നത്. The assembly passed the bill amid the protest. amid the protest. പ്രതിഷേധത്തിനിടയിലും അസംബ്ലി എന്ത് ചെയ്തു? പാസ് ചെയ്തു. എന്ത്? ബില്ല്. കണ്ടോ? അമിഡ്, ഇടയിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം കൊറോണ വൈറസ് അല്ലെ COVID-19 പാൻഡമിക് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പലയിടത്തും അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നതിനിടയിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത് ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. നോക്കിയേ, ഇപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യൻ സയന്റിസ്റ്റുകൾ അല്ലെ, ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ. ഏത് ശാസ്ത്രജ്ഞന്മാരാ? ഫ്രം ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡൽഹി. അപ്പൊ ഇത് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അഡീഷണൽ ഇൻഫർമേഷൻ നമ്മൾ അതിനെ വകവയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഇത് മാത്രം കിട്ടിയത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരാണ്. അത് എവിടെ നിന്നാണെന്നൊന്നും നമുക്ക് വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, യെസ്. അപ്പം ഇത് നോക്കിയേ, സബ്ജക്ട് ഇതാണ്. ഇത് പ്ലൂരൽ അല്ലേ, ഒരാൾ മാത്രം കണ്ടുപിടിച്ചതല്ലല്ലോ, ഒരു കൂട്ടം ആൾക്കാരാണ് അല്ലെ. അപ്പം സയന്റിസ്റ്റ് അവരാണ് ആദ്യത്തേതെന്ന് പറയുമ്പോ സയന്റിസ്റ്റ് വാസ് അല്ല, സയന്റിസ്റ്റ് വേറെന്ന് വരും. അതിന്റെ കാരണം വ്യക്തമായെന്ന് വിചാരിക്കുകയാണ്. പ്ലൂരൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് ഈ വെർബിനോട് ചേരേണ്ടതുകൊണ്ടും ഇഫ് ഇറ്റ് ഇസ് പ്ലൂരൽ ദിസ് ഓൾസോ ഹാസ് ടു ബി പ്ലൂരൽ. അപ്പം വാസിന് അവിടെ നിലനിൽപ്പില്ല. നമ്മൾ അതിന്റെ ചേട്ടനായിട്ടുള്ള വേറിനെ കൊണ്ടുവന്നു. വാസിന്റെ ചേട്ടനാണ് ആര്? വേറ്. എസ് ചേർന്നിരിക്കുന്നവരെല്ലാം അനിയന്മാരാണ് കേട്ടോ. ദാറ്റ് മീൻസ് സിംഗുലർ. അതല്ലാത്ത എസ് ഇല്ലാത്ത രൂപങ്ങളാണ് ഈ പറഞ്ഞ ചേട്ടന്മാരുടെ പൊസിഷനിൽ വരുന്നത്. അപ്പൊ നമ്മളിവിടെ വാസ് ഉപയോഗിക്കില്ല, വേറെ ഉപയോഗിക്കും ഇൻ ഓർഡർ to go in terms with the plural subject. കേട്ടോ? ഓക്കെ, യെസ്. ഓക്കെ, അടുത്തത് ഡൽഹി സ്കൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഏത്? ഡൽഹിയിലെ സ്കൂൾസിനെ കുറിച്ചാണ്. which have been closed for the past 10 months. which have been closed for the past 10 months. ഏത് സ്കൂൾസാ? 10 മാസമായിട്ട് കൊറോണ വൈറസ് കാരണം അടച്ചിട്ടിരുന്ന സ്കൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് റിലേറ്റീവ് ക്ലോസ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു നൗണിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്ട്രാ കാര്യം ചേർത്ത് വെക്കാനാണ് ഈ പറഞ്ഞ റിലേറ്റീവ് ക്ലോസ് ഉപയോഗിക്കുക. അതായത് നമുക്ക് അതിന് എക്സ്ട്രാ ഇൻഫർമേഷൻ എന്ന് കരുതുക. നമ്മൾ നേരത്തെയും എക്സ്ട്രാ ഇൻഫർമേഷനുകൾ കണ്ടിരുന്നല്ലോ. യെസ്, പാസ്റ്റ് മന്ത്സ് ഡ്യൂ ടു ദ കൊറോണ വൈറസ് പാൻഡമിക് റീഓപ്പൺഡ് ഓൺ മൺഡേ. ഇപ്പൊ തിങ്കളാഴ്ച എന്ത് ചെയ്തു? അവർ വീണ്ടും റീഓപ്പൺ ചെയ്തു. ആൻഡ് ദർ ഈസ്, മാത്രമല്ല, ദർ ഈസ് ഗ്രേറ്റ് എൻതൂസിയാസം. എൻതൂസിയാസം മീൻസ് ഉത്സാഹം between the students who say they prefer normal classes in school to online classes. അപ്പം കുട്ടികൾക്കിടയിൽ ഇപ്പം 10 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നല്ലോ, 10 മാസമായിട്ട് അടഞ്ഞു കിടക്കുമായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് തുറന്നപ്പോ കുട്ടികൾക്ക് ആകെ ഭയങ്കര ഉത്സാഹമാ. കുറെ ആൾക്കാരൊക്കെ കാണുകയാണ് പെട്ടെന്ന് കുറെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ. അപ്പം അവര് പറയാണ്, ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്തിനാണ്? ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പം ആരുടെ ഇടയിലുള്ള ഉത്സാഹമാണ്? കുട്ടികൾ. ഓക്കെ, കുട്ടികൾക്കിടയിൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ അല്ല ഉപയോഗിക്കുക. കാരണം ഒരു സ്കൂളിൽ 2 പേര് മാത്രമാണോ പഠിക്കുക? അല്ല, ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ. 1000 1500 കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ ഒരു സ്കൂളിൽ. അപ്പം ഒരുപാട് പേര് തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുമ്പോൾ അവിടെ ബിറ്റ്വീൻ എന്ന വാക്ക് വാലിഡ് അല്ല. വി യൂസ് among there. അപ്പം ബിറ്റ്വീൻ ഉപയോഗിക്കരുത്. കറക്റ്റ് ഫ്രേസിങ് ഏതാ? കറക്റ്റ് വാക്ക് ഏതാ? among. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗ്രാമർ നിയമം എന്ന് പറഞ്ഞാല് ബിറ്റ്വീൻ രണ്ടും, എമങ്ങും ബിറ്റ്വീനും എമങ്ങും പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. 2 സബ്ജക്ട്സ് മാത്രം ഉള്ളപ്പോഴാണ് എന്ത്? 2 ആൾക്കാർ തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ് ബിറ്റ്വീൻ യൂസ് ചെയ്യുക. എമങ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതലുള്ള ഒരു ജനറൽ റിലേഷൻഷിപ്പ്, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ മോർ ദാൻ 2ൽ കൂടുതലുള്ള കേട്ടോ. ഫോർ എക്സാമ്പിൾ,
ഇവിടെ കണ്ടോ, ദർ ഈസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ യു ആൻഡ് ഐ. രണ്ടാൾക്കാരാണ്, ഞാനും നീയും തമ്മിൽ ഒരു ഇടപാടുണ്ട് കേട്ടോ. ഞാനും നീയും രണ്ടാൾക്കാരുള്ളത് കൊണ്ട് ഇവിടെ എന്ത് ഉപയോഗിച്ചു? ബിറ്റ്വീൻ ഉപയോഗിച്ചു. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ഇവിടെയും ഉപയോഗിക്കണം. ഇനി ഇവിടെ കണ്ടോ, പ്രിഫർ എന്ന് കണ്ടോ, പ്രിഫർ. നമ്മുടെ താല്പര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രിഫർ എന്ന വാക്ക് യൂസ് ചെയ്യുക. അങ്ങനെ പ്രിഫർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രിഫറിന്റെ കൂടെ എപ്പോഴും നമ്മൾ ടു ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പ്രിഫറിന് ശേഷം പറയാം. ഇവിടെ അവർക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? നോർമൽ ക്ലാസ്സസ് ആണ്. അതുകൊണ്ട് പ്രിഫറിന് ശേഷം അത് പറഞ്ഞു. ഇനി അതിനേക്കാൾ ഇഷ്ടം കുറഞ്ഞത് ഓൺലൈൻ ക്ലാസ്സിനോടാണ്, കാരണം അവിടെ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് ടുവിന് ശേഷവും പറയുക. ഓക്കെ, അപ്പൊ പ്രിഫർ ഉപയോഗിക്കുന്ന രീതിയും നമ്മൾ അതിന്റെ ഭാഗമായി പഠിച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എനിക്ക് ചായയേക്കാൾ ഇഷ്ടം കോഫിയാന്ന് പറയുമ്പോൾ ഐ പ്രിഫർ കോഫി. എനിക്ക് കോഫി ആണല്ലോ ചായയേക്കാൾ ഇഷ്ടം. ഐ പ്രിഫർ കോഫി എന്ന് കഴിഞ്ഞിട്ട് ടു ടീ. കണ്ടോ, ചായയേക്കാൾ എന്ന് പറയുമ്പോൾ ദാനല്ല. പൊതുവെ അവിടെ എന്താണ് നമ്മുടെ ഒരു ടെൻഡൻസി? എന്താണ്? പ്രിഫറിന് ശേഷം ദാൻ ഉപയോഗിക്കണം എന്നാണ് നമ്മുടെ അല്ലെ ഹാർട്ട് പറയാം. പക്ഷെ ഹാർട്ട് പറയുന്നത് നമ്മൾ കേൾക്കരുത്, ബ്രെയിൻ പറയുന്നു അവിടെ എന്താണ്? ടു ആണ് ഉപയോഗിക്കുക. ഓക്കെ, യെസ്. അടുത്തത്, ദ എക്സ്പേർട്സ് കോൾഡ് ഫോർ. കോൾഡ് ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് ഫോർ മീൻസ് ടു ഡിമാൻഡ് എന്നാണ് കേട്ടോ. ആവശ്യം ഉന്നയിക്കുക, ആവശ്യപ്പെടുക എന്നൊക്കെയാണ്. ഈ കോൾ വെച്ചിട്ട് കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യാന്ന്. ഓക്കെ, കോൾ ഔട്ട് എന്ന് കേട്ടിട്ടില്ലേ? കോൾ ഔട്ട്, ടു ഷൗട്ട് എന്നാണ്. ഒച്ചത്തിൽ ഇങ്ങനെ അലറി വിളിക്കുന്നതിനെയാണ് കോൾ ഔട്ട് എന്ന് പറയാം. കോൾ ഓൺ എന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം ടു വിസിറ്റ്, സന്ദർശിക്കുക എന്നാണ്. അപ്പൊ കോൾ വെച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ഡെത്ത്സ് ഓഫ്, കുറച്ച് മരണങ്ങൾ ആരുടെ? ഓഫ് അറ്റ്ലീസ്റ്റ് 6 റോഹിംഗ്യ മെൻ. റോഹിംഗ്യ മെൻസ് മെൻസ് എന്ന് പറയില്ലല്ലോ അല്ലെ. റോഹിംഗ്യ മെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പ് ആണ് കേട്ടോ. റോഹിംഗ്യൻ അഭയാർത്ഥികൾ എന്നൊക്കെ പണ്ട് 2019 ഭയങ്കര ഇഷ്യൂ ആയിരുന്ന ഒരു കേസായിരുന്നു അല്ലെ. ഓക്കെ, യെസ്. ഇൻ ഗൺ ഫൈറ്റ് with police after they were named as suspects in the killing of Omar Farooq, a youth wing official of the ruling Awami League. അപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒമർ ഫറൂഖിനെ കൊന്നു എന്ന കേസില് സസ്പെക്ട്സ് ആയിട്ട് ഒരു 6 പേരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. 6 റോഹിംഗ്യൻ മെന്നിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസുമായിട്ടുള്ള എൻകൗണ്ടറിൽ ഇവര് മരണപ്പെട്ടു. ഓക്കെ, അതിലേക്കൊരു ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നാണ് എക്സ്പേർട്സ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താണ് പ്രശ്നം? യെസ്, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത്ര തെറ്റുള്ളതായിട്ടൊന്നും തോന്നില്ല. ബട്ട് അപ്പോൺ എ ക്ലോസ് ലുക്ക്, ഇവിടെ നോക്കിയേ, എ ഇംപാർഷ്യൽ. എന്തുതരം ഇൻവെസ്റ്റിഗേഷൻ ആണ്? ഇംപാർഷ്യൽ. ഇവിടെ ഐ എന്നുള്ളത് ഏതാണ്? വവൽ സൗണ്ട് അല്ലേ. ഇംപാർഷ്യൽ എന്നത് വവൽ സൗണ്ടിൽ തുടങ്ങുന്ന ഒരു വാക്കാണ്. അപ്പൊ ഇവിടെ എ ആണോ ഉപയോഗിക്കുക? അല്ല. അപ്പൊ ഇവിടെ എന്ത് വരും? എക്ക് പകരം വവൽ സൗണ്ടിൽ തുടങ്ങുന്ന ഒരു ശബ്ദത്തിന്റെ മുമ്പേ ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ഉപയോഗിച്ചു? ആൻ ഉപയോഗിച്ചു. അപ്പൊ ഇവിടെ എറർ ഏതാണ്? എ പാർട്ടിലാണ് എറർ ഉള്ളത്, എ അല്ല ആൻ. അപ്പൊ നമുക്കറിയാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എയും ആനും അല്ലെ. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള, കൃത്യമല്ലാത്ത ഏതോ എന്ന അർത്ഥത്തിൽ, ഒരു എന്ന അർത്ഥത്തിലാണ് ഈ എയും ആനും ഉപയോഗിക്കുക. അങ്ങനെ എയും ആനും ഉപയോഗിക്കുമ്പോ എ ആർക്കാ ഉപയോഗിക്കുക? നൗൺസ് വിത്ത് എ കോൺസോണന്റ് സൗണ്ട്. ആനോ വിത്ത് എ വവൽ സൗണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ലെറ്ററിനല്ല സൗണ്ടിനാണ് പ്രാധാന്യം. ഇംപാർഷ്യൽ, ഇ ഏതാ? എ ഐ ഒ യു ആണല്ലോ വവൽ. ഈ ശബ്ദങ്ങളിൽ തുടങ്ങുന്നതിന്റെ കൂടെ ആനാണ് വരിക. ഇ എന്നായതുകൊണ്ട് അവിടെ എന്ത് ചേർത്തു? ആന് ചേർത്തു. ഓക്കെ, അപ്പൊ ഇത് പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ ആ ഒരു എക്സാമിന്റെ ആ ഒരു ടെൻഷനിലും പ്രഷറിലും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മളിത് പെട്ടെന്ന് കണ്ടെത്തിയെന്ന് വരില്ല. അപ്പം ഇങ്ങനെയും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രീതിയിലുള്ള
തെറ്റ് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വരാന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, യെസ്. Flipkart on Monday said it has entered a commercial partnership with the Adani Group to strengthen logistics and data center capabilities of the Walmart-owned company and create about 2,500 direct jobs. ഓക്കെ, ഇവിടെ നോക്കിയേ, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി, ആ കമ്പനി മൺഡേ തിങ്കളാഴ്ച അനൗൺസ് ചെയ്യാണ്, ഞങ്ങള് അദാനി ഗ്രൂപ്പുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. നോക്കിയ പാർട്ണർഷിപ്പ് ആരുമായിട്ട്? വിത്ത് അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പുമായിട്ടുള്ള പാർട്ണർഷിപ്പിലേക്ക് ആര് വരികയാണ്? ഫ്ലിപ്കാർട്ട് കടക്കുകയാണ്. സി, നമ്മളൊരു എഗ്രിമെന്റിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ എൻറ്ററിന്റെ കൂടെ എന്ത് വേണ്ട? ഇൻടു വേണ്ട. എൻറ്റർ ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ കടക്കുന്നത് ഒരു പാർട്ണർഷിപ്പിലേക്കോ ഒരു ഡിസ്കഷനിലേക്കോ എഗ്രിമെന്റിലേക്കോ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ എൻറ്റർ എന്ന വെർബിന്റെ കൂടെ നിർബന്ധമായിട്ട് എന്ത് ചേർക്കണം? എൻറ്റർ ഇൻടു ഉപയോഗിക്കണം. പൊതുവെ എൻറ്റർ ചെയ്യുന്നത് ഒരു ഫിസിക്കൽ പ്ലേസിലേക്കാണ്. ഇപ്പൊ ഒരു റൂമിലേക്ക്, കിച്ചണിലേക്ക്, ഓഫീസിലേക്ക് എന്നൊക്കെ ആണെങ്കിൽ ടു വേണ്ട. ഇനി എൻറ്റർ ചെയ്യുന്നത് ഒരു എഗ്രിമെന്റിലേക്കൊക്കെ ആണെങ്കിൽ, എഗ്രിമെന്റ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു കരാറ്, ട്രീറ്റി, ഇതിലേക്കാണെങ്കിൽ ടു വേണം. ഓക്കെ, യെസ്. അപ്പൊ ഇത് ഒന്നാമത്തെ ഇവിടെ ഒരു തെറ്റുണ്ട്. ഇവിടെ എ പാർട്ടിൽ കേട്ടോ, എ പാർട്ടിൽ ഒരു തെറ്റുണ്ട്. ഓക്കെ, നമുക്ക് അതങ്ങനെ വെക്കാം. ഓക്കെ, entered into വേണം. ഓക്കെ, പാർട്ണർഷിപ്പ് വിത്ത് അദാനി ഗ്രൂപ്പ് ടു സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ നൗൺ അല്ലേ? ടുവിന് ശേഷം അങ്ങനെ നൗൺ വരുമോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 + V1 ഇങ്ങനെയാണ് വരിക. നമ്മൾ ഇതിനെ ഇൻഫിനിറ്റീവ് എന്നാണ് വിളിക്കുക. ഇൻഫിനിറ്റീവ് ഇവിടെ എന്തിനു ഉപയോഗിച്ചിരിക്കുന്ന? പർപ്പസ് കാണിക്കാൻ വേണ്ടി, ഉദ്ദേശം കാണിക്കാൻ വേണ്ടി ഇൻഫിനിറ്റീവ് ആണ്. 2 + V1 ഈ യൂണിറ്റിനാണ് ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുക. അപ്പൊ എന്തിനാണ് പാർട്ണർഷിപ്പിൽ അദാനിയുമായിട്ട് ചേർന്നത്? ശക്തിപ്പെടുത്താൻ. അങ്ങനെ ശക്തിപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ നൗൺ അല്ല ഇവിടെ എഴുതേണ്ടത്. ഇവിടെ കറക്റ്റ് ഫോം എന്താണ്? സ്ട്രെങ്തൻ. ശക്തിപ്പെടുത്താൻ എന്നാണ്, അല്ല ശക്തി എന്നല്ല, ശക്തിപ്പെടുത്താൻ. ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് മീൻസ് ചരക്ക് നീക്കാൻ. ഡാറ്റാ സെന്റർ കേപ്പബിലിറ്റീസ് ഓഫ് വാൾമാർട്ട് ഓൺ കമ്പനി ആൻഡ് ക്രിയേറ്റ് അബൌട്ട് 2,500 ഡയറക്റ്റ് ജോബ്സ്. അപ്പൊ ഇവിടെ രണ്ടിടത്താണ് എയിലും ബിയിലും തെറ്റുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. എയും ബിയും ആണ് ഇവിടെ തെറ്റുള്ള ഭാഗങ്ങൾ. നമ്മൾ തിരുത്തിയിട്ടുണ്ട്. എന്റെ കാരണവും വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സോ മൂവിങ് on to the next. The civic administration has been struggling. അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? To locate beds for critical patients, and as on Monday there was not a single ventilator or ICU bed available at Pune. അപ്പൊ പ്രാദേശിക ഭരണകൂടം, സിവിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാം? ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രകാരം ബെഡ് ലൊക്കേറ്റ് ചെയ്യാൻ. ലൊക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടു ഫൈൻഡ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് സംതിങ് എന്നാണ്. ഒരാളുടെ ബെഡ് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടും. അങ്ങനെ ഇവിടെ ഒരു മിസ്മാച്ച് പോകുന്നില്ല. കണ്ടുപിടിക്കാനാണോ? അവിടെ ലൊക്കേറ്റ് അല്ല ചേരുന്നത്. ബെഡ് ഇല്ല എന്നാണ് പറയുന്നത്. ബെഡ് ഇല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എവിടെയായിരിക്കും? ബെഡ് കൊടുക്കാനായിരിക്കും. ആർക്ക്? ക്രിട്ടിക്കൽ പേഷ്യൻസിന്. അപ്പം ലൊക്കേറ്റ് എന്നല്ല ഇവിടെ കൊടുക്കേണ്ടത്, അലോക്കേറ്റ് എന്ന വെർബാണ് കൊടുക്കേണ്ടത് കേട്ടോ. അലോക്കേറ്റ്. യെസ്. ഇനി ഒരു എററും കൂടി ഉണ്ട്. വൺ മോർ എറർ ഇസ് ദർ. അതെന്ത് പറയും? യെസ്. അല്ലെങ്കിൽ ഇവിടെ ലൊക്കേറ്റിനോട് അല്ല, അലോട്ട് എന്ന് പറഞ്ഞാലും മതി. അലോട്ട് ഇവിടെ കുറച്ചും കൂടി നല്ലത് അലോക്കേറ്റ് ആണ്. അലോക്കേറ്റ് ബെഡ്സ് ആർക്ക്? ഫോർ ക്രിട്ടിക്കൽ പേഷ്യൻസ്. ആൻഡ് ആസ് ഓൺ മൺഡേ, തിങ്കളാഴ്ചയിലെ വിവരപ്രകാരം, there was not a single ventilator, ഒരു വെന്റിലേറ്ററോ ഒരു ICU ബെഡോ ഈ പറഞ്ഞ പൂനെ എന്ന് പറഞ്ഞ ബൃഹത്തായിട്ടുള്ള ഒരു സ്ഥലത്ത്. പൂനെ ചെറിയൊരു സ്ഥലമാണോ? അല്ല, വലുതാണ് അല്ലെ. വലിയൊരു മേഖലയ്ക്കുള്ളിൽ എന്ന് പറയുമ്പോ അറ്റെന്ന് പറയുന്നത് മോശമല്ലേ? ഇന്നാണ് ഉപയോഗിക്കുക. ഇൻ പൂനെ.
ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ ഭാഗത്ത് എറർ ഉണ്ട്? എ ഭാഗത്ത് എറർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗം വരുന്ന ഏതിലാ? ഡിയിലാണോ സിയിലാണോ? പി സി ഡി ബാർ. അപ്പൊ എയും ഡിയും ആണ് കേട്ടോ. യെസ്, എയിലും ഡിയിലുമാണ് അവിടെ തെറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ. വലിയ സ്ഥലമാണെങ്കിൽ ഇന്ന് സ്പെസിഫിക് ലൊക്കേഷൻ ആണെങ്കിൽ അറ്റ് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ, എയർപോർട്ടിൽ, ലൈബ്രറിയിൽ എന്നൊക്കെ പറയുമ്പോൾ അറ്റ് ദ ജംഗ്ഷൻ, അറ്റ് ദ സ്ക്വയർ, അറ്റ് ദ ലൈബ്രറി, അറ്റ് ദ എയർപോർട്ട്, അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അതൊക്കെ അറ്റ് ഉപയോഗിക്കും. കാരണം സ്പെസിഫിക് ലൊക്കേഷൻ ആണ്, ചെറിയ സ്ഥലങ്ങളാണ്. വലിയ ഇപ്പം ട്രിവാൻഡ്രം, ഇൻ പത്തനംതിട്ട, ഇൻ കണ്ണൂർ, ഇൻ കോഴിക്കോട്, ഇൻ കേരള, ഇൻ ഡൽഹി, ഇൻ ഇന്ത്യ, വലിയ വലിയ സ്ഥലങ്ങളുടെ കൂടെ എപ്പോഴും എന്താണ്? ഇൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക കേട്ടോ. യെസ്, അടുത്തത് വോഡഫോൺ ഐഡിയ ഒരു കമ്പനിയുടെ പേരാണ് അല്ലെ. ഇപ്പൊ കമ്പനിയുടെ പേര് പ്രോപ്പർ നൗൺ ആണ് അല്ലെ. പ്രോപ്പർ നൗൺ എന്ന് പറയാം. പുസ്തകങ്ങളുടെ പേരുകള്, സിനിമാ പേരുകള്, നമ്മുടെ ഓരോരുത്തരുടെയും പേരുകള്, കമ്പനികളുടെ പേരുകള്, ബ്രാൻഡുകളുടെ പേരുകൾ, ഇത് പ്രോപ്പർ നൗൺ. ഈ പ്രോപ്പർ നൗൺ ഇംഗ്ലീഷിൽ എപ്പോഴും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. അപ്പൊ കൂടെ വരുന്ന വെർബ് എന്താണ്? സിംഗുലർ. കണ്ടോ, V1 പ്ലസ് എസ് ഉണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, വെർബ് സിംഗുലർ. അപ്പൊ ഇവിടെ ഇഷ്യൂ ഒന്നുമില്ല. Owes nearly 1.5 lakh crore for the government. That included deferred spectrum payment and adjusted gross revenue. ഇതെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഒരു 1.5 ലക്ഷം കോടി രൂപ ഗവൺമെന്റിനോട് ആര് കടപ്പെട്ടിട്ടുണ്ട്? ഈ വോഡഫോൺ ഐഡിയ എന്ന് പറഞ്ഞ കമ്പനി കടപ്പെട്ടിട്ടുണ്ട്. കടപ്പെടുക എന്ന് പറയുമ്പോൾ ഓയ് അല്ലെ, ഐ ഓ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിപ്പോ പണം കൊണ്ടാകാം, അല്ല മുന്നെന്തെങ്കിലും സഹായം ഇങ്ങോട്ടേക്ക് കിട്ടിയത് കൊണ്ടാകാം, പല രീതിയിൽ കടപ്പെടാം. അങ്ങനെ കടപ്പെട്ടു എന്ന് പറയുമ്പോ, ഒരാളോട് കടപ്പെട്ടു എന്ന് പറയുമ്പോ ഫോർ അല്ല ടു എന്നാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഫോർ അല്ല ടു. ഇങ്ങനെയാണ് അതിന്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ്. ഞാൻ എന്നോട് 2000 രൂപയ്ക്ക് കടപ്പെട്ടിരുന്നു പറഞ്ഞാൽ ഐ ഓ 2000 rupees ടു യു എന്നാണ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഐ ഓ യു 2000 rupees എന്ന് ഡയറക്റ്റ് ആയിട്ടും പറയാം. ഓക്കെ, യെസ്. The center must held an emergency meeting of states. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എമർജൻസി മീറ്റിംഗ്, സംസ്ഥാനങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിക്കണം എന്നാണ് പറയുന്നത്. ഏത് സംസ്ഥാനങ്ങൾ? എല്ലാ സംസ്ഥാനങ്ങളും അല്ല, അതായത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രം. എന്തിനു വേണ്ടി? ടു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ മെക്കാനിസം, ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട് ആ മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നത്? ടു ഡീൽ വിത്ത് ക്രോപ്പ് റെസിഡ്യൂ മീൻസ് അവശിഷ്ടങ്ങൾ എന്നാണ് കേട്ടോ. റിമൈൻഡർ അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ. ക്രോപ്പ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വിളവെടുത്തതിന് ശേഷം ഇതിന്റെ തണ്ടും ഇലയും വേരൊക്കെ വരുന്ന കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ? അതിങ്ങനെ ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കർഷകർ കത്തിച്ച് ഈ പുകയെല്ലാം കൂടി എങ്ങോട്ടേക്കാണ് വരുന്നത്? ഡൽഹിയിലേക്കാണ് വരുന്നത്. ഡ്യൂ ടു വിച്ച് ദ സിറ്റീസ് എന്ന് പറയുമ്പോൾ ഡൽഹിയുടെ എയർ ക്വാളിറ്റി ഹാസ് ഡിറ്റീരിയോറേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടു വേഴ്സൻഡ് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡിക്ലൈൻഡ് എന്ന് ചിന്തിക്കുക. ഡിക്ലൈൻഡ്. ഓക്കെ, യെസ്. അപ്പൊ അപ്പുറത്തുള്ള ആൾക്കാര് ഓരോ ചപ്പും ചവറും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ച് അതിന്റെ പുകയെല്ലാം കൂടി എങ്ങോട്ടാ വരുന്നത്? ഡൽഹിയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതൊന്ന് നിയന്ത്രിക്കാൻ, ഇതൊന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി മീറ്റിംഗ് വിളിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ തുടക്കം നോക്കിയത് സെന്റർ, ഇതാണല്ലോ സബ്ജക്ട്, പ്ലസ് ഇതെന്താ? മോഡൽ വെർബാണ് അല്ലെ. മോഡൽ വെർബാണ്. നമുക്കറിയാം സബ്ജക്ട് പ്ലസ് മോഡൽ വെർബിന് ശേഷം എപ്പോഴും നമ്മൾ V1 ആണ് ഉപയോഗിക്കുക.
മോഡൽ വെർബ് ഒരു 7-8-9 മോഡൽ വെർബുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ക്യാൻ, കുഡ്, ഷുഡ്, മൈറ്റ്, മേ അല്ലെ. ഇതൊക്കെ മോഡൽ വെർബ്സ് ആണ്. ഈ പറഞ്ഞ ഏത് മോഡൽ വെർബ്സ് ഉപയോഗിച്ചാലും അതിനുശേഷം ഉപയോഗിക്കുന്ന ക്രിയ V1 മാത്രമായിരിക്കണം. നമ്മൾ അതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഹോൾഡ്, ഹെൽഡ് അല്ല, ഹോൾഡ് വരും കേട്ടോ. ഹോൾഡ് ആണല്ലോ V1. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയോ, ഐ ക്യാൻ വൺ എന്ന് പറയോ, ഇത് മോഡൽ വെർബ് അല്ലേ. ഇത് V2 പറ്റില്ല എന്ന് പറഞ്ഞു. ഐ ക്യാൻ വിൻ. അതിപ്പോ ഇവിടെ ക്യാൻ ആയാലും മൈറ്റ് ആയാലും ഷുഡ് ആയാലും ഷാൽ ആയാലും വിൽ ആയാലും എന്ത് തന്നെ വരത്തുള്ളൂ, V1 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, യെസ്, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. Nalanda University Vice Chancellor said that as much as 200 delegates means prathinidhigal, dignitaries, vishishta vyaktigal, statesmen, leaders, scholars, pandidamar, scholar എന്ന് പറഞ്ഞാൽ പണ്ഡിതം, those associated with religious organization, മതപരമായിട്ടുള്ള സംഘടനകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാര്, ഫ്രം അക്രോസ് ദ ഗ്ലോബ്, ലോകം മൊത്തമുള്ള, വുഡ് പാർട്ടിസിപ്പേറ്റ്, പങ്കെടുക്കും. എവിടെ? ഇൻ ദ 3-day IDDC. IDDC എന്ന് പറഞ്ഞ ഒരു കോൺഫറൻസ് ആണ് കേട്ടോ. ആ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു കോൺഫറൻസിൽ ബീങ് ഹെൽഡ് ഓൺ ദ ന്യൂ ക്യാമ്പസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പം ആ യൂണിവേഴ്സിറ്റിയിലെ പുതിയൊരു ക്യാമ്പസിൽ നടക്കാൻ പോകുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന IDDC എന്ന് പറഞ്ഞൊരു കോൺഫറൻസിൽ ലോകം മൊത്തത്തിൽ നിന്ന്, അത് അറൌണ്ട് ദ ഗ്ലോബ്, അക്രോസ് ദ ഗ്ലോബിൽ നിന്ന് വിശിഷ്ട വ്യക്തികളും പ്രതിനിധികളും അതുപോലെ ലീഡേഴ്സും പണ്ഡിതന്മാരും മതപുരോഹിതന്മാരും ഒക്കെ വരും എന്നാണ് പറയുന്നത്. ആര്? വൈസ് ചാൻസലർ പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, സെഡ്, ഇത് V2 ആണ്. ദാറ്റ് മീൻസ് ഇത് പാസ്റ്റ് ആണ്, പറഞ്ഞു എന്നാണ്. വരുമെന്ന് പറഞ്ഞു. കണ്ടോ, അപ്പൊ അവിടെ വില്ലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? വുഡ് ആണ്. കണ്ടോ, വുഡ്. ഇതും പാസ്റ്റ് ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നേ? കാരണം നമ്മൾ തുടങ്ങിയത് പാസ്റ്റ് ആണ്. വരും എന്നല്ല, വരുമെന്ന് പറഞ്ഞു എന്നാണ്. ഇപ്പം വുഡാണ് ഇവിടെ വെച്ചത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നോക്കിയേ, കൃത്യമായിട്ടുള്ള നമ്പർ പറയുന്നുണ്ട് അല്ലെ. 200 ആൾക്കാർ, ഏകദേശം 200ഓളം പ്രതിനിധികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഡെലിഗേറ്റ് എന്ന വാക്ക് കൗണ്ടബിൾ ആണ്. 1 delegate, 2 delegates, 3 delegates. സി, ഇവിടെയുള്ള എല്ലാം കൗണ്ടബിൾ നൗൺസിന്റെ ലിസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഇത്രത്തോളം എന്ന് കാണിക്കുമ്പോ ആസ് മച്ച് അല്ല, ആസ് മെനി എന്നാണ് വരിക. കാരണം എന്താ? കാരണം അപ്പുറത്തെല്ലാം കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ അല്ലല്ലോ. ഈ പ്രതിനിധികളുടെ കൃത്യമായ നമ്പറും പറയുന്നുണ്ട്. 200 delegates, 200 scholars, അങ്ങനെ അങ്ങനെ കൃത്യമായ നമ്പർ പറയുന്നുണ്ട്. കൗണ്ടബിൾ നൗൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ക്വാണ്ടിറ്റി കാണിക്കുമ്പോൾ വി ഷുഡ് നോട്ട് യൂസ് മച്ച്, ബട്ട് ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? മെനി യൂസ് ചെയ്യണം. അവിടെ നമുക്കറിയാം അല്ലെ, എല്ലാരും കേട്ടിട്ടുണ്ടാവും. മച്ച് ആർക്കാ ഉപയോഗിക്കുന്നത്? എണ്ണാൻ പറ്റാത്ത നാമങ്ങളുടെ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അൺകൗണ്ടബിൾ നൗൺസ്. മെനി ആർക്കാണ് ഉപയോഗിക്കുന്നത്? കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. അപ്പൊ ഒരു വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ. മെനി ചെയർസ്, മെനി പെൻസ്, മെനി വാട്ടർ ബോട്ടിൽസ് അല്ലെ, മെനി ഫോൺസ്, മെനി പേപ്പേഴ്സ്, ഇതൊക്കെ പറയും. മച്ച് വാട്ടർ, മച്ച് ഇൻഫർമേഷൻ, മച്ച് എഡ്യൂക്കേഷൻ, മച്ച് മിൽക്ക്, മച്ച് ജ്യൂസ്, മച്ച് ചീസ്. കണ്ടോ, ഇതൊക്കെ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് മച്ചും ഉപയോഗിച്ചു. ഓക്കെ, യെസ്. A flurry. Flurry means eruption. പൊട്ടിപ്പുറപ്പെടുക. അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വളരെ ആവൃത്തിയിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് സംഭവിക്കുന്നതിനാണ് ഫ്ലറി എന്ന് പറയാം. ഇവിടെ എന്തിന്റെ ഫ്ലറിയാണ്? സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻസ്. അലിഗേഷൻസ് മീൻസ് ആരോപണങ്ങൾ. അപ്പം ഒരു സഡൻ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവുകയാണ്. എന്തിന്റെ? കുറെ ലൈംഗിക ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഭാഗത്തു നിന്ന്? ശ്രീലങ്കൻ ജേർണലിസ്റ്റ് അല്ലെ, പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വളരെ തുടർച്ചയായിട്ട് പെട്ടെന്ന് ഉയർന്നു വരികയാണ് ഈ ഒരാഴ്ച. Have brought the country's media industry in sharp focus with many, especially women,
calling for urgent reform. Reform means മാറ്റം. എവിടെ? ഓഫ് ന്യൂസ് റൂംസ്. ന്യൂസ് റൂമുകളിലെ നിയമങ്ങളൊക്കെ മാറ്റണം. ഇപ്പം ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ലൈംഗിക ആരോപണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് സ്ത്രീകളൊക്കെ പറയാണ് ന്യൂസ് റൂമിലെ ചില നിയമങ്ങളും ചില മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് പറയാം. യെസ്. അപ്പൊ ഇവിടെ നോക്കി ഇതിലെ സബ്ജക്ട് എന്താ? സബ്ജക്ട് എന്താന്ന് ചോദിക്കുമ്പോൾ നോർമലി നമ്മൾ വിചാരിക്കും സെക്ഷൽ ഹരാസ്മെന്റ് അലിഗേഷൻസ് എന്നാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ആരോപണങ്ങളുടെ ഒരു പൊട്ടിപ്പുറപ്പെടലാണ് ഉണ്ടായത്. ആരോപണങ്ങളുടെ പൊട്ടിപ്പുറപ്പെടൽ. അപ്പം ബേസിക്കലി ഈ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫ്ലറി. ആരോപണങ്ങളെ കുറിച്ചല്ല ഡയറക്ട്ലി പറയുന്നത്, ആരോപണങ്ങളുടെ ആ ഒരു ഇറപ്ഷനെയാണ് പറയുന്നത്. ഇറപ്ഷൻ ഓഫ് അലിഗേഷൻസ്. ആ ഇറപ്ഷൻ ആണ് ഈ പറഞ്ഞ കൺട്രിയുടെ മീഡിയയെ ഫോക്കസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെ? ആ ഇറപ്ഷൻ ആണ് രാജ്യത്തിലെ മാധ്യമങ്ങളെ മുഴുവൻ ഫോക്കസിലേക്ക് കൊണ്ട് ഞാൻ എത്തിച്ചത്. അപ്പം ഈ സബ്ജക്ട് ഈ വെർബുമായിട്ടാണ് അഗ്രിമെന്റ് പോകേണ്ടത്. അപ്പൊ ഈ സബ്ജക്ട് എന്താ? സിംഗുലർ ആണ്. ഒറ്റ പൊട്ടിപ്പുറപ്പെടലല്ലേ ഉണ്ടായിട്ടുള്ളൂ, ഒറ്റ ഇറപ്ഷൻ അല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഹാവ് അല്ല, ഇവിടെ എന്ത് വരും? ദ കറക്റ്റ് വെർബ് ഷുഡ് ബി ഏതാണ്? ഹാസ്. ഹാസ് ആണ് വരും കേട്ടോ. ഹാവ് എന്തായി മാറും? ഇവിടെ ഹാസ് ആയി മാറും. ഓക്കെ, യെസ്. അപ്പൊ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലെ ഒരു പ്രശ്നമാണ് കേട്ടോ. അടുത്തത് The year 2021 has been a blockbuster for private companies. പ്രൈവറ്റ് കമ്പനീസിനെ സംബന്ധിച്ച് ഈ 2021 എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇയർ ആയിരുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ്, അതായത് നമ്മളിങ്ങനെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇതുപോലുള്ള വെബ്സൈറ്റുകൾ stole much of the thunder as its valuations shot up, ഉയർന്നു പൊങ്ങി ഡ്യൂറിങ് ദ പാൻഡമിക്. അതെന്തുകൊണ്ടാ വെച്ചാൽ അവരുടെ ആ ഒരു റെലവൻസ് ഈ പാൻഡമിക്കിൽ കൂടുകയാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ ദിസ് ഇസ് ഡ്യൂ ടു മാസീവ് ഡിമാൻഡ് ഫോർ എന്തിന്? ഫുഡ് ഡെലിവറി, വീഡിയോ കോൺഫറൻസിങ്, ഡിജിറ്റൽ ടൂൾസ് ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ്. ഇതൊക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ടി വന്നിരുന്നു. എപ്പോ? പാൻഡമിക് അല്ലെ, വീട്ടിൽ ലോക്ക്ഡൌൺ ആയിട്ടിരുന്നപ്പോ നമ്മൾ ഇതിനൊക്കെയായിരുന്നു ആശ്രയിച്ചത്. മീറ്റിംഗ്സ് നടത്താൻ ഗൂഗിൾ മീറ്റ് അല്ലെ, സ്കൈപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്തു. ഷോപ്പിംഗിന് ഓൺലൈൻ ആയിട്ട് കൊണ്ടുവരാം അല്ലെ, നമ്മൾ അങ്ങനെ പഠിച്ചു. അതേപോലെ ഗാഡ്ജറ്റ്സ്, പലരും വ്ളോഗിങ് തുടങ്ങി, യൂട്യൂബ് ചാനൽസ് തുടങ്ങി. അപ്പം ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പൊ ഇത് ആർക്കാ ബെനിഫിറ്റ് കിട്ടിയത്? ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് അല്ലെ. In the US and Chinese stock markets, technology companies are producing massive profits. പ്രത്യേകിച്ച് US, ചൈന പോലുള്ള മാർക്കറ്റില് ഇത്തരത്തിലുള്ള ടെക് കമ്പനീസ് വലിയ പ്രോഫിറ്റ്സ്, മാസീവ് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയാണ്. Now it looks like India is going to join the race too. Okay. ഇപ്പം സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും അത്തരത്തിലുള്ള ഒരു റേസിൽ പങ്കെടുക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നോക്കിയേ, ഇ കൊമേഴ്സ് വെബ്സൈറ്റ്സ് പ്ലൂരൽ ആണ് അല്ലെ. ആമസോൺ മാത്രാണോ? അല്ല, ആമസോൺ ഉണ്ട്, മീഷോ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, പിന്നെ സ്വിഗ്ഗി ഉണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലെ. ഒരുപാടുള്ളപ്പം അതിൻ്റെ എന്ന് പറയോ? ഇവര് അവരുടെ അല്ലെ വാല്യുവേഷൻസ് ആണ് ഷോർട്ടപ്പ് ആയത്. അപ്പം ഇറ്റ്സ് എന്നല്ല ഇവിടെ പറയാ, ഇത് പ്ലൂരൽ ആയതുകൊണ്ട് അതിന് ബദലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണല്ലോ ആന്റിസിഡന്റ്. ഈ നാമത്തിന് പകരമാണ് നമ്മൾ ഇവിടെ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് പ്ലൂരൽ ആയതുകൊണ്ട് അതിൻ്റെ എന്ന് പറയില്ല, പകരം അവരുടെ എന്ന് പറയും. ഇപ്പൊ എന്ത് വരും? ഉണ്ടോ? അപ്പൊ ഇത് ഏത് പാർട്ടിലാ വരുന്നത്? ബി പാർട്ടിലല്ലേ. അപ്പം ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓൺലി ബി, അവിടെ മാത്രമേ തെറ്റുള്ളൂ കേട്ടോ, മറ്റിടങ്ങളിൽ തെറ്റില്ല, കറക്റ്റ് ആണ്. ദ റേസ് ടു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഇറ്റ്. നമുക്ക് ഏതാനും ചില ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റി. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. സോ സംസാരിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഡ്രോപ്പ് ഇൻ ദ കോമെന്റ്സ്. നമ്മൾ അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.